സിനിമയുടെ ഭൂപടത്തിൽ ഒരു ചെറിയ സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷാ ചിത്രങ്ങൾ എന്ന നിലയിൽ നിന്ന് ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ബ്രാൻഡായി മലയാള സിനിമ മാറിയിരിക്കുകയാണ്. ബഡ്ജറ്റിലെ പരിമിതികളെ സർഗാത്മകത കൊണ്ട് തോൽപ്പിച്ച ചരിത്രമാണ് മലയാള സിനിമയുടേത്. വലിയ സെറ്റുകളോ നൂറുകണക്കിന് നർത്തകരോ ഇല്ലാതെ മനുഷ്യന്റെ വികാരങ്ങളെയും ജീവിതഗന്ധിയായ കഥകളെയും ആധാരമാക്കി സിനിമകൾ നിർമ്മിച്ചാണ് നാം ഇന്ന് കാണുന്ന ഈ കരുത്ത് നേടിയെടുത്തത്. മലയാള സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ തിരക്കഥകൾ തന്നെയാണ്. പത്മരാജനും ഭരതനും MTയും വെട്ടിത്തെളിച്ച പാതയിലൂടെ സഞ്ചരിച്ച മലയാള സിനിമ ഇന്ന് പുതിയ കാലത്തെ സംവിധായകരുടെ കൈകളിൽ സുരക്ഷിതമാണ്. 2024-25 കാലഘട്ടം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ സ്വർണ്ണ യുഗം എന്ന് വിശേഷിപ്പിക്കാം. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം 100 കോടികൾ കടന്ന് തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നേടിയ സ്വീകാര്യതയും ആടുജീവിതം എന്ന സിനിമ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതും മലയാള സിനിമയുടെ ആഗോള വിപണി വിപുലമാക്കി. റിയലിസ്റ്റിക് സിനിമകളുടെ കേന്ദ്രമായാണ് മലയാളം അറിയപ്പെടുന്നത്. ലളിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉദ്യോഗജനകമായ നിമിഷങ്ങൾ സൃഷ്ടിക്കാനുള്ള നമ്മുടെ കഴിവ് ഇന്ത്യയിലെ മറ്റ് സിനിമാ വ്യവസായങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്നു. പ്രളയകാലത്തെ അതിജീവനത്തിന്റെ കഥ പറഞ്ഞ 2018 ഓസ്കാർ നോമിനേഷന്റെ പടിവാതിൽ വരെ എത്തിയത് നമ്മുടെ സിനിമയുടെ സത്യസന്ധതയ്ക്കുള്ള അംഗീകാരമായിരുന്നു. സാങ്കേതികമായി നമ്മൾ ഇന്ന് ലോക നിലവാരത്തിനൊപ്പമാണ്. കുറഞ്ഞ ചിലവിൽ അത്യാധുനിക ദൃശ്യാനുഭവം നൽകുന്നതിലൂടെ മലയാളം ഇന്ത്യയുടെ കണ്ടന്റ് ഹബ് ആയി മാറി. ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് മലയാള സിനിമ ഇന്ന് ജൈത്രയാത്ര തുടരുകയാണ്. OTT പ്ലാറ്റ്ഫോമുകളുടെ വരവോടെ ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ആളുകൾ നമ്മുടെ സിനിമകൾ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. മമ്മൂട്ടിയും മോഹൻലാലും പടുത്തുയർത്തിയ അഭിനയ സാമ്രാജ്യത്തിലേക്ക് പുതിയ തലമുറയിലെ താരങ്ങൾ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്നു. പ്രതിഭയും കഠിനാധ്വാനവും കൈമുതലായുള്ള മലയാള സിനിമ വരും കാലങ്ങളിൽ ലോക സിനിമയുടെ നെറുകയിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം.